ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് മനോരമാമൻ്റെ കടയിലോട്ട് പോയിട്ടാണേ. ഞാൻ മനോരമാമൻ്റെ കടയിലോട്ട് പോവാം. മനോരമാമൻ്റെ കടയിൽ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പാല് വാങ്ങിക്കണം, പിന്നെ നമുക്ക് കുപ്പിയുണ്ട് കളയണം. രാവിലെ ഭയങ്കര മഴക്കോളാട്ടോ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മനോരമാമൻ്റെ കട ഒരു ദിവസം പോയില്ലേ ആരെങ്കിലും കമൻ്റ് ഇടും, മനോരമാമനെ കാണുന്നില്ലല്ലോ, മനോരമാമൻ്റെ കടയിൽ പോകുന്നില്ലേന്ന്. എന്നും എനിക്കങ്ങനെ മനോരമാമൻ്റെ കടയിൽ പോകാൻ പറ്റുമോ? ഞാൻ എന്താ പൈസക്കാരിയാണോ? ഞാൻ ഇപ്പോൾ പാല് വാങ്ങിക്കാൻ വേണ്ടിയല്ലേ മനോരമാമൻ്റെ കടയിൽ പോകുന്നത്. അപ്പം മഴയായതുകൊണ്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള ക്ലൈമറ്റ്, ഭയങ്കര ശാന്തത. അപ്പോൾ ഇവിടെ ഈ അയ്യത്തൊക്കെ പന്നി ഒന്ന് കിടക്കുക കേട്ടോ. അല്ല, കിടക്കുന്ന സ്ഥലമാണ്, കാരണം കാട് മൂടി കിടക്കുന്നതുകൊണ്ടേ രാത്രി ഇതിലൊന്നും നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ച് വീട്ടിൽ ഇരിക്കുമായിരിക്കും. അപ്പം ഇന്നലെ മട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മട്ടൻ കറി ഇരിപ്പുണ്ട്, 1 കിലോ വാങ്ങിച്ച്, നമ്മൾ 2 പേരല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ 1 കിലോ വാങ്ങിച്ച് അതിരിപ്പുണ്ട്. അപ്പോൾ ചേട്ടായി പറഞ്ഞു നമുക്ക് രാവിലെ പൊറോട്ട വാങ്ങിക്കാമെന്ന്. അങ്ങനെ ചേട്ടായി പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ മട്ടനും കൂട്ടി കഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ചായ ഇട്ട് ബൂസ്റ്റ് ഇട്ട് കുടിക്കാം. എനിക്ക് ബൂസ്റ്റ് അല്ല ഇഷ്ടം, എനിക്ക് ഹോർലിക്സാണ്. അപ്പോൾ നമുക്ക് മനോരമാമൻ്റെ കടയിൽ പോകാം. റോഡൊക്കെ നല്ല നനഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ, മഴ പെയ്തതിൻ്റെ. എനിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ സ്കൂളിൽ പോകുന്നതൊക്കെ ആട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മൾ മനോരമാമൻ്റെ കടയിൽ വന്ന് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ മനോരമാമൻ്റെ കടയിൽ. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോവാട്ടോ. ഈ ഏരിയയിൽ പന്നിയുള്ളൊരു ഏരിയ കേട്ടോ, ഈ ഒരു ഭാഗത്ത്. പന്നി ഒരു വട്ടം നമ്മൾ ഉത്സവത്തിന് പോയിട്ട് വന്നപ്പോൾ ഇപ്പം അർത്ഥയത്തായിരുന്നു കിടന്നത്. അപ്പം നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള സ്ഥലത്തൂടെ ആട്ടോ നമ്മൾ പോകുന്നത്. ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഈ കാടിങ്ങനെ വളർന്നു റോഡിൻ്റെ 2 സൈഡിന് തൊഴിലുറപ്പുകാർ വന്ന് വൃത്തിയാക്കും കേട്ടോ. അവർ വന്ന് എല്ലാം ചെയ്ത് നീറ്റാക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ പണിയുണ്ടായിരുന്നു. തുണി കഴുകാനുണ്ടായിരുന്നു, തുണി വിരിക്കാനുണ്ടായിരുന്നു, തൂക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കലഞ്ഞൂരോട്ട് പോവാട്ടോ, നമ്മുടെ വീട്ടിലോട്ട്. ചേട്ടായി കാറിടാനായിട്ട് വന്നു കേട്ടോ. ചേട്ടായി ഇപ്പോൾ കാറിട്ടിട്ട് ചേട്ടായി അശ്വിൻ ചേട്ടൻ കൂട്ടാനായിട്ട് വന്നു. ടൂൾസ് ഒക്കെ കണ്ടോ? കബീരിയ ഇതൊരു ചൂടാ. അമ്മയാണെങ്കിൽ ഉച്ചയ്ക്ക് മുട്ട പൊരിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് അങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ. ഒരു രുചിയും ഒന്നുമില്ല. അമ്മ ഉണ്ടാക്കുന്ന രുചിയൊന്നും ഇല്ലാതെ തിന്നിട്ടാ ഇത്രയും വളർന്നത്. ഞാൻ ചൂട് തവയിരിക്കുന്നിടത്ത് മോദിക്കാൻ പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ തൊള്ളുറപ്പ് കഴിഞ്ഞ് വന്ന് മുട്ട പൊരിച്ചു. ഇപ്പോൾ സീരിയൽ കാണാൻ ഓടിപ്പോയി. 2 ടൈംസ് ആട്ടോ, ഒരു സെയിം സീരിയലാണ് കാണുന്നത്. മണിമോനെ അച്ഛൻ തൊഴിലുറപ്പിന് പോകുമ്പോൾ മണിമോനെ പിടിച്ച് പൂട്ടിയിട്ടിട്ടാ പോകുന്നത്. ഏട്ടാ മണിമോന്റെ ചോറ്, വെള്ളം, ഇച്ചിരി എന്ന് പറഞ്ഞാൽ പിന്നെ അനക്കില്ല. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരി വേണ്ട, കഞ്ഞി മതി. ഇനി അമ്മ ഇന്ന് ഇമ്മണി അരി കിട്ടുള്ളൂ. ചാച്ചനും ഇവിടെ ഇല്ലായിരുന്നു. ചാച്ചൻ ഒരു പന്തലിന് പോയി. എടാ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. ആ ഇമ്മണി മോര് കറി മതി. മണിമോ അവിടെ ബ്യൂട്ടീഷ്യന്. മുട്ട പൊരിച്ചത് വേണോ മണിമോനെ? വാടി വാ വാണ്ടേ ബൈവന്നെ പല്ലിയെ പിടിച്ചു തരാം. ഓടുക വാ വാ പോടാ കഴിവറ മോനെ, വാ ഇങ്ങോട്ട് വാ. ആയോ ഞാനേ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. അവിടെയൊക്കെ തൂത്തു. ഇവിടെ ഫുള്ള് ഉറുമ്പ്, എൻ്റെ കാല് ഫുള്ള് കടിച്ച് പറിച്ച്. ഒരാളെ കണ്ടോ? എപ്പോഴും ഇയാൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇയാളുടെ സ്ഥലമാണ് അവിടെ കെണ്ടിങ്കരയിൽ. കെണ്ടിങ്കരയിലല്ല, കിണറിൻ്റെ മണ്ടയിൽ. നോക്ക്, അമ്മ വരാറാവുന്നേ ഉള്ളൂ. അതാണ് എൻ്റെ സ്നേഹം. അങ്ങോട്ട് ഇറങ്ങുന്നു. അതെ അങ്ങോട്ട് വന്ന് അമ്മ അങ്ങോട്ട് തൂത്തിറക്കാം. അമ്മ അവിടെ തൂത്ത് കളഞ്ഞല്ലയോ? നമ്മുടെ
കണ്ണിലെന്തുവാ? ആ ഉറുമ്പ് കടി കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല അവിടെ. ഈ ഉറുമ്പ് എങ്ങനെ വന്നമ്മേ? ഉറുമ്പ് എവിടുന്ന് വരുന്ന അമ്മേ? കൂണ് നല്ലതാണോ അമ്മേ? കൂണ് കണ്ടോ നിങ്ങള്? സാധാരണ നമ്മുടെ ഇവിടെ പൊടിക്കത്തില്ലയോ? രണ്ടൂടെ പോയാ 100 പണി ഷൂന്നങ്ങാവൂ ഇല്ലയോ? ആ അല്ല ഒരു ഉണ്ടപ്പനാ. ഉണ്ടപ്പൻ. ഉണ്ടപ്പൻ. പോവാ. നഖം മൂർച്ചിക്കാൻ പോവാ കേട്ടോ. ഇയാൾ എന്തിനാ നഖം മൂർച്ചിക്കുന്നത്? എല്ലാത്തിനെയും പേടിയാ. ചുമ്മാ അങ്ങ് മൂർച്ചിക്കുക. ഇയാൾക്ക് പേടിയില്ലാത്തൊന്നുമില്ല. കരിയില വീണ പോലെ ഇയാൾക്ക് പേടിയാ. അത് ശരിയാ. വിട്ടാലും തന്നെ ഇങ്ങനെ വന്നിരിക്കും. പോന്നില്ലയോ? മീനില്ല. ഞാൻ പറയണ മീനില്ല. ശക്രി മോനാണി വൈകിട്ട് നല്ല ഉപ്പുമാവ് ഉണ്ടാക്കി. നമ്മുടെ ഇവിടെ ക്യാരറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തേങ്ങയിട്ട് ഒരു ലുട്ടിലൂടി മുട്ടാപ്പോ ഉപ്പുമാവ് ഉണ്ടാക്കി. പഴമുണ്ട്. അപ്പം എനിക്ക് ഉപ്പുമാവ് കഴിക്കാൻ തോന്നി. ഇങ്ങനെ ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നു. ഫീസ് ഊരിപ്പോയി. ഏട്ടാ ചാസിനെ കണ്ടോണ്ട് വന്നെയാ. പൊന്നന്റെ പോക്ക് ഫ്രിഡ്ജിലോട്ടാ. അതിനു വേണ്ടി ചാച്ചനെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ 2 കൊടുത്തു. അച്ഛനെ കണ്ടെന്റെ ആട്ടോ ഇതെല്ലാം. അച്ഛനെ കണ്ടെന്റെയാ. എന്തുവാ? അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു കേട്ടോ. കാരണം നമ്മുടെ മണിമോൻ്റെ കാലയിലും കയ്യിലും വാലയിലും എല്ലാം നിറയെ ഉറുമ്പ് കടിച്ചു. അത് പിന്നെ കാണുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തതുമില്ല. ഉറുമ്പിനെ തട്ടാൻ പോയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.